ദീപക് പറഞ്ഞത് പണം കൊടുത്താണ് സുധീഷിനെ നിങ്ങളിലേക്ക് വാങ്ങിയത്. അങ്ങനെയാണ് ശ്രീകുമാർ എന്ന CPM കൗൺസിൽ വരാത്തതും അതുകൊണ്ടാണ്. ആരാ ചോദിച്ചത്? മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു സ്വതന്ത്രനായി ജയിച്ച ഒരു കൗൺസിലർ അദ്ദേഹത്തെ അങ്ങനെയൊക്കെ വഴങ്ങുന്ന ആളാണെന്ന് അങ്ങനെ പറയുന്നത് ദീപക് എന്താ സംഭവിച്ചത്? തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇന്നലത്തെ ഒരു സംഭവ വികാസത്തോടു കൂടി തന്നെ ഒരു കാര്യം 100% ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കും. അതായത് ഇനി ഉള്ള 5 കൊല്ലം BJPയെ കോർപ്പറേഷനിൽ നിന്നും താഴെ ഇറക്കാനായിട്ട് ഇടതിനോ വലതിനോ ഇനി ഏതൊക്കെ തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ കാണിച്ചാലും അതിന് സാധ്യമാവില്ല എന്നുള്ളത് 100% അടിവരയിട്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ കാണിച്ചാലും ഇനി ഈ പറയുന്ന രീതിയിൽ BJP താഴെ ഇറക്കാനായിട്ട് അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി ഈ വരുന്ന 5 കൊല്ലം നടക്കില്ല എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയാം. അതുമാത്രമല്ല, നിലവിലത്തെ അംഗസംഖ്യ എല്ലാവരും ഒന്ന് കണ്ടോ? ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതായത് നിലവിൽ BJPക്ക് അവിടെ 52 എന്നുള്ള അംഗസംഖ്യയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതായത് കോൺഗ്രസിന്റെ സ്വതന്ത്രം കൂടി BJP പാളയത്തിലേക്ക് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതോടെ ഇപ്പോൾ BJPക്ക് സുഗതനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് മറ്റൊരു സ്വതന്ത്രന്റെ സപ്പോർട്ട് കൂടി ഇൻക്ലൂഡ് ചെയ്ത് 52 എന്നുള്ള സംഖ്യയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതേസമയം ഇടതുപക്ഷത്തിന് 29. എന്താ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്? ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. BJP ഒറ്റയ്ക്ക്, അതായത് നിലവിൽ BJP സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സ്വതന്ത്രന്റെ പിന്തുണയോട് കൂടിയാണല്ലോ ഭരണം എന്ന് പറയുന്നത്. ഇതല്ല, ഇനിയിപ്പോൾ ഈ സ്വതന്ത്രനും കൂടി ഈ പറയുന്ന 2 സ്വതന്ത്രന്മാരും കൂടി BJP പാളയത്തിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ BJP ഒറ്റയ്ക്ക് ഭരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. ഈ പറയുന്ന തോതിൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഏറ്റ വലിയൊരു തിരിച്ചടിയാണ് ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച എങ്കിൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ സ്വതന്ത്രർ ഉൾപ്പെടെ, ഈ 2 സ്വതന്ത്രർ ഉൾപ്പെടെ BJPയിലേക്ക് എല്ലാ അർത്ഥത്തിലും ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നുമുള്ള പലരും BJP പാളയത്തിലേക്ക് ചാടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ 5 കൊല്ലം തികയുന്നതിന് മുന്നേ തന്നെ BJP അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് വളരെ അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്, അത് സംശയമില്ല. എന്തായാലും ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി എല്ലാ അർത്ഥത്തിലും പല രീതിയിലുമുള്ള പൊറാട്ട് നാടകങ്ങൾ കാണിച്ചിട്ടും ഒരു ചുക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയും പ്രഹരവും തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ VV രാജേഷ് ഇനി അങ്ങോട്ട് കളി തുടങ്ങുകയാണ്. അതായത് VV രാജേഷ് അവിടെ പലതരത്തിലുമുള്ള നീക്കങ്ങൾ നടത്താനായിട്ടുള്ള പുറപ്പാടിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. കോർപ്പറേഷൻ തന്നെ ഇനി പുതുതായിട്ട് പണിയാൻ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇനി പഴയ കോർപ്പറേഷൻ അല്ല, ഇനി പുതിയ കോർപ്പറേഷനിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് ഇന്നലെ തന്നെ VV രാജേഷ് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് പുതിയ കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. വലിയ തോതിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ പറയുന്ന തോതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആ പഴയ കെട്ടിടങ്ങളെല്ലാം മാറിയിട്ട് പുതിയ കെട്ടിടം, തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ വലിയ തോതിലുള്ള ആധുനിക സജ്ജീകരണമായിട്ടുള്ള ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുന്നു ഈ പറയുന്ന മേയർ VV രാജേഷ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും അവർ സംഭവം ഇത് തുടങ്ങുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ കാലയളവ് എടുക്കാതെ തന്നെ ഇത് പൂർത്തീകരിക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അത് തീർച്ചയായിട്ടും രാജേഷിനെ പോലെ ഒരാൾക്ക് തീർച്ചയായിട്ടും അതിന് കഴിയുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കളികൾ അവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു രാജേഷ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഈ പറയുന്നത് പല ഘട്ടങ്ങളായിട്ട് പല രീതിയിൽ പലതരത്തിൽ ഇനിയിപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കുരു പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പലതും നടക്കുമെന്നുള്ളത് വ്യക്തമാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ കുരു പൊട്ടാൻ പോകുന്നത് ഈ പറയുന്ന തോതിൽ BJP ഇനി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും അതോടൊപ്പം തന്നെ അവിടെ നടക്കാൻ പോകുന്ന പല സംഭവ വികാസങ്ങളും അതിൽ തന്നെ ഇനി വരാൻ പോകുന്ന പല പ്രൊജക്റ്റുകളും പല കാര്യങ്ങളും VV രാജേഷിന്റെ മേൽനോട്ടത്തിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന പല സംഭവ വികാസങ്ങളും ഒക്കെ തന്നെയും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വലിയ തോതിൽ എല്ലാ അർത്ഥത്തിലും കുരുപൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നലത്തോടെ ഒരു കാര്യം ബോധ്യമായി. VV രാജേഷ് എന്ന് പറയുന്ന മേയർ നമ്മൾ വിചാരിച്ച കണക്ക് ഒരു സാധാ രീതിയിലുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. പുള്ളിക്കാരൻ പഠിച്ച പണി 18 പയറ്റി തെളിഞ്ഞിട്ട് തന്നെയാണ് ആ കസേരയിൽ കയറി ഇരിക്കുന്നത് എന്നുള്ളത് ഇന്നലത്തോടു കൂടി തന്നെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ മാപ്രകൾക്ക് പോലും വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇങ്ങനെ VV രാജേഷ് എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും മേയർ മാത്രമല്ല ഇനി അങ്ങോട്ട് അങ്ങനെ MLA സീറ്റ് പോലും ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്നുള്ളത് 100% വ്യക്തമാണ്. കാരണം വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു സംഭവത്തിലൂടെ VV രാജേഷ് നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് എല്ലാ അർത്ഥത്തിലും ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം കൂടിയായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിലൂടെ തന്നെ VV രാജേഷിന്റെ ആ ഒരു മൈൻഡ് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ മേയർ എന്നല്ല, ഇങ്ങനെ വളരെ വലിയ തോതിൽ വളരെ ഉയർന്ന പൊസിഷനിൽ എത്തേണ്ട ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളത് 100% വ്യക്തമാണ്. അത് ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് VV രാജേഷിനെ പോലൊരു വ്യക്തി കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇന്നലത്തെ ആ ഒരു ഒറ്റ നീക്കത്തിലൂടെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
എന്തായാലും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തീർച്ചയായിട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഇന്നലെ കോർപ്പറേഷനിൽ നടന്നത്. ഇനി അങ്ങോട്ടും തീർച്ചയായിട്ടും നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും ആദ്യം നടക്കാൻ പോകുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്തുന്ന തരത്തിലോട്ട് BJP കാര്യങ്ങൾ മാറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അത് ഈ പറയുന്ന രീതിയിൽ സ്വതന്ത്ര കൂടി BJP പാളത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നുമുള്ള ആൾക്കാർ BJP പാളത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ മാറുന്ന രീതിയിലോട്ട് തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്.